നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മളിൽ അധിക പേരും അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കയ്യിൽ തീരെ പണം നിൽക്കുന്നില്ല, പൈസ നിൽക്കുന്നില്ല എന്നുള്ളത്. പേരിന് നല്ലൊരു ജോലിയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ മറ്റു വരുമാന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, ശമ്പളമൊക്കെ ഉണ്ട്. പക്ഷേ മാസത്തിൻ്റെ അവസാനം നോക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഇല്ല എന്നുള്ള പരാതി പല ആളുകളും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്തായിരിക്കും ഇതിന് കാരണം? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് തീർക്കാവുന്ന ഒരു പ്രശ്നമേ ഇതുള്ളൂ. അതായത് നമുക്ക് സ്ഥിരമായി വരുന്ന ചിലവുകൾ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യാം. ആ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലേത് ഭാഗത്തേക്കാണ് നമ്മുടെ പണം കൂടുതലായി ചിലവായി പോകുന്നത് എന്നുള്ളത്. മിക്കവാറും ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചെറിയ ചെറിയ ചിലവുകളായിരിക്കും അവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. അത് അവരെ അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചിലവുകളുണ്ടാവും, വലിയ ചിലവുകളുണ്ടാവും. ഉദാഹരണത്തിന് 10 രൂപ, 20 രൂപ പോലുള്ള, അല്ലെങ്കിൽ 5 രൂപ, 100 രൂപ, മാക്സിമം 500 രൂപ വരെയുള്ള ചിലവുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന, ദിവസവും ഒന്നോ രണ്ടോ തവണ, അല്ലെങ്കിൽ ഡെയിലി, അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ ചിലവുകളുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. പകരം 5000 രൂപയോ അല്ലെങ്കിൽ 10000 രൂപയോ 50000 രൂപയോ അല്ലെങ്കിൽ 1,00,000 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ചില സാധനങ്ങളുണ്ടാവും. അത് വാങ്ങേണ്ട സാധനങ്ങളുമായിരിക്കും. ആ ചിലവുകൾ വലിയ ചിലവുകളായിട്ട് നമുക്ക് തോന്നും, അത് വലിയ സംഖ്യ ആയതുകൊണ്ട്. പക്ഷേ അതൊക്കെ ജീവിതത്തിൽ ഒരു തവണ, അല്ലെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ ഒരു തവണ, അല്ലെങ്കിൽ 10 വർഷത്തിനിടയിൽ ഒരു തവണ, അങ്ങനെയൊക്കെ വാങ്ങുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, ജീവിതത്തിലേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും. അത് നമുക്ക് വലിയ ചിലവായി തോന്നും. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അതൊക്കെ നമ്മൾ വാങ്ങാതെ ഒഴിവാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സ്ഥിരം വരുന്ന ഈ 5 രൂപ, 10 രൂപ, 100 രൂപ, 200 രൂപ, 500 രൂപയിലേക്കുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമായി മാറിയ ചില സാധനങ്ങൾ, ഉദാഹരണത്തിന് ചായ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മിഠായികൾ, സ്വീറ്റ്സുകൾ, അതുപോലെ തന്നെ അനാവശ്യമായ കുറേ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെറുതെ വാങ്ങുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അതൊരു ചെറിയ ചിലവുകളായിരിക്കും അധികം ആളുകളെയും കാർന്ന് തിന്നുന്നത്. അപ്പോൾ ഈ ചെറിയ ചിലവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മൊത്തം എക്സ്പെൻസുകൾ, നമ്മൾ സാധാരണ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അനാവശ്യമായി വരുന്ന ഈ ചെറിയ ചിലവുകൾ നമ്മൾ, അതായത് ഡെയിലി വരുന്ന ചിലവുകളായിരിക്കും, ഇതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു സേവിങ്സ് ഓരോ മാസത്തിൽ എടുത്ത് വെക്കാൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഇങ്ങനെ ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണ് അധിക യുവാക്കളും, അല്ലെങ്കിൽ വലിയ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾ വലിയ ചിലവുകൾ ഒരു പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ വീട്ടിലേക്ക് ഒരു AC വാങ്ങണം, ഒരു ഫ്രിഡ്ജ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ വാങ്ങണം. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ, അതൊക്കെ നമ്മൾ വലിയ സംഖ്യ കൊടുത്ത് വാങ്ങുന്നതാണ്. അതൊക്കെ ഒരു തവണയോ അല്ലെങ്കിൽ മാക്സിമം 2 തവണയൊക്കെ നമ്മളൊരു ലൈഫിൽ വാങ്ങുള്ളൂ. അപ്പോൾ അത് നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ നിയന്ത്രിക്കേണ്ടത് ഈ ചെറിയ ചിലവുകൾ, ഡെയിലി ചിലവാക്കുന്ന ചെറിയ ചെറിയ സംഖ്യകളുടെ ചിലവുകളുണ്ട്. അത് നിങ്ങളൊന്ന് നിയന്ത്രിച്ച് നോക്കൂ, നിങ്ങൾ നല്ലൊരു സേവിങ്സ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് നമ്മളെ തന്നെ മാനേജ് ചെയ്യുക എന്നുള്ളത്, അപ്പോൾ അതിന് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗൂഗിൾ പേ ഒക്കെ വന്ന്, അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ സമയത്ത് നമ്മൾ ആവശ്യമുള്ളത് അനാവശ്യമായ സാധനമൊക്കെ പെട്ടെന്ന് വാങ്ങുകയാണ്. കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ, പണം ചിലവാകുന്നു എന്നുള്ളൊരു ഫീൽ നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഈ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ നമ്പർ അടിച്ച് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊരു പണം ചിലവാകുന്നൊരു ഫീൽ ഇല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ അതിൽ നിന്ന് തീർന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അവസാനം മന്തിൻ്റെ അവസാനം എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുന്ന സമയത്തായിരിക്കും നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുക എന്നുള്ളത്, നമ്മുടെ ബൈയിങ് ഹാബിറ്റ് ഉണ്ടല്ലോ, നമ്മൾ ആ ശീലത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഈ കടകളിലൊക്കെ നമുക്കറിയാം, അവിടെ നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടാവും അല്ലേ. നമുക്കൊരു 5 സാധനം വാങ്ങാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 സാധനം വാങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ ലിസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ അവിടെ എത്തുമ്പോൾ നമ്മൾ 10ഓ 20ഓ സാധനങ്ങൾ വാങ്ങിയിട്ടാണ്. അവിടുത്തെ ഒരു ഡിസ്പ്ലേൻ്റെ ഡെക്കറേഷൻ്റെ ഒക്കെ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ട് നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതാണെന്ന് തോന്നും. ആ രീതിയിലായിരിക്കും അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു സൈക്കോളജിയാണ്. അപ്പോൾ നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റ് ചെയ്ത സാധനങ്ങൾ മാത്രം വാങ്ങി പോരുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവ് കുറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ പണം സ്വരൂപിക്കാനുള്ള, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ ഉള്ള പണത്തെ തന്നെ ഒന്ന് നിയന്ത്രിച്ച് അതിൽ അല്പമെങ്കിലും സേവിങ്സ് വെക്കാനുള്ള ഒരു മാർഗം. നമുക്ക് നമ്മുടെ ബൈയിങ് ഹാബിറ്റ് അതൊന്ന് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഈ ചെറിയ ചിലവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊന്ന് നിയന്ത്രിച്ച് നോക്കൂ. കാര്യമായ റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്.